വെട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല. വളരെ കുറച്ച് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. വിശദമായിട്ട് എനിക്ക് ശേഷം ഇവിടെ പ്രഗത്ഭരായ ലീഡേഴ്സ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് നമ്മുടെ KP മുഹമ്മദ് കുട്ടി സാറ്. KMCC എന്ന ലോകത്ത് അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകരുടെ നേതാവാണ് അദ്ദേഹം. വേൾഡ് KMCCയുടെ പ്രസിഡന്റ്, മുൻ സൗദി KMCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ആളാണ്. അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയത് വളരെയധികം പ്രശംസനീയമാണ്. സർ, ഐ എം അപ്രീഷിയേറ്റിംഗ് യു. പ്ലീസ് അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയതിന്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിന് മുമ്പായിട്ട് 1-2 സെഷൻ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ എന്നറിയിക്കും. ശരീരത്തിലെ മുഴുവൻ നീർക്കെട്ടുകളും മാറി ഞാൻ നല്ല ചെറുപ്പക്കാരിയായി സത്യം. അങ്ങനെ ഞാൻ ഓടി നടക്കാൻ തുടങ്ങി. എന്നെ കണ്ടിട്ട് മാത്രം എനിക്കൊരു ചെറിയ കടയുണ്ട്. അപ്പൊ ആ കടയിൽ വരുന്നവര് എന്റെ മാറിന് കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എന്ത് ചെയ്തു, എന്താണ് ഇതിന് കാരണം, രഹസ്യം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് രഹസ്യം. ഇതുപോലെ പാക്കറ്റ് എന്റെ കടയിൽ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെടുത്ത് കാണിക്കും, ഇതാണ് ഇതിന് കാരണം. അപ്പൊ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ആൾക്കാർ എന്നോട് ചോദിച്ചു. അങ്ങനെ എന്റെ കടയിൽ ഞാൻ ഇന്ന് ആ കടയിൽ നിന്ന് മാത്രം ഞാൻ ഒരു വെളിയിലും പോയില്ല, ഒരിടത്ത് സെയിൽ നടത്തിയില്ല. എന്റെ കടയിൽ നിന്ന് മാത്രം ആൾക്കാർ വന്നിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്നത്തെ 3 ലക്ഷം രൂപ എനിക്ക്. രണ്ടാമത് ഈ കൊടുത്ത എല്ലാ പ്രോഡക്റ്റ് കൊടുത്ത ആൾക്കാർക്കെല്ലാം അതിഭയങ്കരമായ റിസൾട്ടാണ് വന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് വെറും 2 സാക്ഷായില് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കേസുണ്ട്. എൻ്റെ സ്വന്തം സഹോദരി തന്നെ. ഞാൻ ആദ്യം ഇതേക്കുറിച്ച് പറഞ്ഞ് അവളത് റിജക്റ്റ് ചെയ്തു. ഇതൊന്നും വേണ്ട, ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ വാങ്ങുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഒരു ബോക്സ് എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ആ ബോക്സ് വാങ്ങിച്ചു. പുള്ളിക്കാരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരത്തിൻ്റെ ബ്രസ്റ്റിനായിരുന്നു പ്രോബ്ലം. നമ്മളൊരു 5 കിലോ ഭാരം ഉള്ള ഒരു കരിങ്കല്ല് എങ്ങനെ നമ്മൾ മാറോട് ചേർത്ത് വെച്ച് നമ്മൾ നടക്കുന്നു, ആ ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ അവസ്ഥ. കാണുന്ന ഞങ്ങൾക്കൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻ എടുത്തു, ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. പക്ഷേ യാതൊരു കുറവുമില്ലായിരുന്നു. നമ്മുടെ ഈ പ്രോഡക്റ്റ് എടുത്ത് വെറും 2 സാക്ഷായിട്ട് അതിന് റിസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ